നമ്മളൊരു പഴയ കാലഘട്ടം ഓർമ്മയുണ്ടോ? നമ്മുടെ 90 കിഡ്സിന് മാത്രം മനസ്സിലാകുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന, അവർക്ക് മധുരമുള്ള ഓർമ്മകളുള്ള ആ ഒരു കാലഘട്ടം. അതായത് സൈക്കിള് വാടകയ്ക്കെടുത്ത് നമ്മള് ചവിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? നമ്മള് സൈക്കിള് വാടകയ്ക്കെടുത്ത്, അതായത് രൂ. 2 ഒരു മണിക്കൂറിന്. 1 മണിക്കൂറിന് രൂ. 2 കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 6ാം ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോയി സൈക്കിൾ എടുക്കും. വീട്ടുകാരറിയത്തില്ല, കാരണം വീട്ടുകാരറിഞ്ഞ പ്രശ്നമാണ്. വീട്ടുകാർ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് സൈക്കിൾ മുട്ടും. ഇന്ന് നമ്മൾക്ക് വണ്ടി ഇടിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ കൊച്ചുങ്ങളോട് പറയുന്നത് എന്താണ്? എടാ റോഡിൽ പോരുത്, വണ്ടി ഇടിക്കുമെന്നാണ്. അന്ന് നമ്മളോട് പറഞ്ഞിട്ടിരുന്നത് എന്താ അറിയോ? സൈക്കിൾ ഉണ്ടാവും, സൈക്കിൾ മുട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊരു കാലഘട്ടമായിരുന്നു. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക, വാടകയ്ക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ രൂ. 2 കൊടുത്ത് വാടകയ്ക്ക് ചെറിയ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ആ സൈക്കിളുമായിട്ട് ഇതുപോലെ പോയി സൈക്കിൾ ചവിട്ട് പഠിക്കും. അതെങ്ങനെയാണ് പഠിക്കുന്നത്? 3ഉം 4ഉം 5ഉം 6 പേരും കൂടെയൊക്കെയാണ് ഒരു സൈക്കിൾ 1 മണിക്കൂറത്തേക്ക് എടുക്കുന്നത്. എന്നിട്ട് ഓരോ ടേണാണ്. ആദ്യം ഒരാൾ ചവിട്ടുന്നു, കുറച്ച് നേരം അയാൾ ചവിട്ടി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആൾ. അല്ലാതെ നമുക്ക് സ്വന്തമായി സൈക്കിൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല. മാത്രമല്ല വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാണ്. സൈക്കിൾ ചവിട്ടാൻ പോയെന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം വീണ് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ റോഡിൽ ഉണ്ടായിരുന്നത് സൈക്കിൾ തന്നെയാണ്. 2 വീലറൊക്കെ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നിട്ട് പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂ. 2 കൊടുത്ത് നമ്മൾ ചെറിയ സൈക്കിൾ മേടിച്ച് ചവിട്ടി പഠിച്ചിട്ട് പിന്നീട് വലിയ സൈക്കിൾ എടുക്കും. അതാരും അറിയത്തില്ല. വലിയ സൈക്കിൾ എടുക്കുന്നത് വെച്ചാൽ എങ്ങനെയാ? നമുക്ക് പണിയും വിലയും വല്ല ഇരിക്കണം. നമ്മൾ കൊച്ചു പിള്ളേരല്ലേ, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, നമുക്കെവിടെ ജോലി? പൈസ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റത്തില്ല, തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കാശുവണ്ടി പെറുക്കിയിട്ട്, ആരും അറിയാതെ കാശുവണ്ടിയൊക്കെ പെറുക്കി കൂട്ടി വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് വാടകയ്ക്ക് എടുക്കും. ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് ചവിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടുകാർ കൂടി സൈക്കിൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത്തിരി കൂടെ ചവിട്ട് പഠിച്ച് ബെറ്ററായെന്ന് തോന്നിക്കഴിയുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയി, കൂടെ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ സൈക്കിളും വാടകയ്ക്ക് എടുത്തിട്ട് പോക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ചവിട്ടിയൊക്കെ പോയേക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ. എന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് സൈക്കിൾ എടുത്തിട്ട്, അതായത് ഈ കശുവണ്ടി വിറ്റ പൈസയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ ആ സൈക്കിളിൽ ഒരു കറങ്ങി പോകേണ്ടടുത്തൊക്കെ പോയി പാടത്തും പറമ്പിലും ഒക്കെ കൂടെ ഭയങ്കര. എന്നിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ വീട്ടിൽ പോകും. അയ്യോ, അതൊരു സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. ഈ സൈക്കിൾ എടുത്തിട്ട് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോക്കുക. എന്നിട്ട് അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത്, എന്നിട്ട് ചോദിക്കുന്നത് ഇതാരുടെ സൈക്കിളാന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് എന്താ? ഇത് അച്ഛൻ്റെ സൈക്കിൾ, ഇല്ലെങ്കിൽ അങ്കിളുടെ സൈക്കിൾ, ഇത് വാടകയ്ക്ക് എടുത്ത സൈക്കിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നൊരു കാലഘട്ടമായിരുന്നു. നമ്മൾ വളരെ വളരെ നിഷ്കളങ്കമായ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും അതിൻ്റെ ഒരു സുഖം അത് അവർക്കില്ല. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫെസിലിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ വാഹനങ്ങളാണ് റോഡിൽ മുഴുക്കെ. എവിടെ നോക്കിയാലും വാഹനങ്ങളായി, തിരക്കായി, മൊബൈൽ ഫോണായി. അല്ലേ? നമ്മളുടെ കാലഘട്ടം എന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ ദൂരദർശനിൽ 4 മണിക്ക് ഒരു സിനിമ കാണാൻ പോയെന്ന് വെച്ചും ആ സിനിമയ്ക്കിടക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ പത്രത്തിൽ നോക്കിയിട്ട് ഏത് സിനിമയാണെന്ന് നോക്കിയിട്ട് ആ സിനിമയെ നമ്മൾ ചിലപ്പോൾ മോഹൻലാലിൻ്റെ